രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കേരളത്തിലെ നേതാക്കളോ തലപ്പത്തേക്ക് വരുമെന്നാണ് കരുതിയത്. പക്ഷേ ഈ ഗ്രൂപ്പിസം ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ പതിയെ പതിയെ കയറി വരാത്ത രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ബി.ജെ.പിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ബി.ജെ.പിക്ക് അത് ഗുണപരമായ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ബി.ജെ.പിക്ക് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഈ രാഷ്ട്രീയ സംവാദങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സാന്നിധ്യം ഗുണകരമായ മാറ്റത്തിന് കാരണമാകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചാനലുകളും ഉൾപ്പെടെ എല്ലാവരും അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ടായി. അതിനകത്ത് നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരെല്ലാം നമ്മുടെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകരെ അഭിമുഖം ചെയ്തുള്ള ശീലമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തും ഇവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയൊരു അതുപോലൊരു അഭിമുഖത്തിന് ഇനി ഏതാനും 2, 3, 4 മാസം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ സ്ഥിതിഗതികളെ കുറിച്ചിട്ട് ഒരു അഭിമുഖത്തിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ അഭിമുഖത്തിന് പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും. കാരണം അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ, ഇപ്പം അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം, അദ്ദേഹം എവിടെയാണ് ഇന്റലിൽ തുടങ്ങിയിട്ടുള്ള ടെക്നോക്രാറ്റ് തുടങ്ങിയിട്ടുള്ള ഇതുവരെയുള്ള ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേഖല, അദ്ദേഹം വളരെ IT എക്സ്പെർട്ടാണ്. അതുമാത്രമല്ല ഒരു ഇൻ്റലിൻ്റെ ചിപ്പിൻ്റെ നിർമ്മാണത്തിനകത്ത് ഗണ്യമായ പങ്കുവച്ച കക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്പെസിഫിക്സ് അല്ലാതെ ഈ രാജീവ് ചന്ദ്രശേഖരന് സ്പെസിഫിക്സ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിശാസ്ത്രവുമാണ്. അതിനകത്ത് അദ്ദേഹത്തിന് മാറാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു വികസനത്തിൻ്റെ പൊളിറ്റിക്സ്. അപ്പോൾ അദ്ദേഹത്തിനെ പല രീതിയിലേക്കും നമ്മുടെ ഈ വിദഗ്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടുത്തെ ഗ്രൂപ്പിസത്തിലേക്കും മറ്റ് സംഗതികളിലേക്കും കൊണ്ടുപോകാനായിട്ടൊക്കെ ഇന്റർവ്യൂവിൽ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ അവിടെയൊക്കെ ഈ ഫോക്കസ്ഡ് എന്ന് പറയുന്ന അവസ്ഥ, അദ്ദേഹം എന്താണോ പ്രധാനമന്ത്രിയുടെ ഫോക്കസ്, അതേ ഫോക്കസ് തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ്, അദ്ദേഹം വളരെ ശക്തമായിട്ട് എല്ലാ അഭിമുഖങ്ങളും ഒരേപോലെ ആവർത്തിച്ചൊരു സംഗതി, ടാലൻ്റ് ഉള്ളിടത്തേക്ക് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയുള്ളൂ. ടാലൻറ്റുകൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുള്ള സ്ഥലത്തേക്ക് തേടിപ്പോകും. കേരളത്തിൽ അവസരങ്ങളില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ടാലൻറ്റുകൾ അല്ലെങ്കിൽ ഈ ശേഷിയുള്ള യുവത്വം എന്ത് ചെയ്യുന്നു? അവസരങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുന്നു. കേരളത്തിൽ അത് കാരണം ഇന്ന് ടാലൻറ്റുമില്ല, തൊഴിലുമില്ല, അവസരങ്ങളുമില്ല. അവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ ടാലൻറ്റ്, ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ബാംഗ്ലൂരിൽ നല്ല ഉന്നതമായ ശമ്പളമൊക്കെ വാങ്ങി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ അതിനകത്ത് എക്സ്പെർട്ടൈസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിൽ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് സ്പെഷ്യലൈസ്ഡ് മേഖലകളാണ്. അതായത് ലോകക്രമം മാറുകയാണല്ലോ. അപ്പോൾ ഈ മാറുന്ന ലോകക്രമത്തിൽ പുതിയ പുതിയ സൂക്ഷ്മമായ വിഷയങ്ങളിലുള്ള എക്സ്പെർട്ടൈസുമായിട്ടാണ് മനുഷ്യർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒന്ന് വെല്ലുവിളി നേരിടുകയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തിൽ വരുത്തുന്ന മാറ്റം, പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളിൽ വരുത്തേണ്ട മാറ്റം, ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് ഒരു ധാരണയും അറിവുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതേപോലെ ധാരണയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ശശി തരൂർ. കാര്യം ഇവർക്കൊക്കെ ഈ ലോകത്തിൻ്റെ മാറ്റങ്ങളെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പല ഗവൺമെൻറ്റുള്ള മന്ത്രിമാർക്കാണെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കാണെങ്കിലും ഇപ്പോഴും ഈ 60കളുടെ അല്ലെങ്കിൽ 70കളുടെ 80കളുടെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ എങ്ങനെ സംസ്കാരത്തെ മാറ്റുന്നു, എങ്ങനെ പുതിയ കാലഘട്ടത്തെ മാറ്റുന്നു, പുതിയ അവസരങ്ങൾ എങ്ങനെയാണ് വരുന്നത്, വിദ്യാഭ്യാസത്തിലേക്ക് ഏത് രീതിയിൽ മാറ്റം വരുത്തണം, അതേപോലെ ഇപ്പം പുതിയ സർവകലാശാലകൾ വരാൻ പോകുന്നു. അപ്പോൾ ഏതൊക്കെയായിരിക്കും കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വേണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ്
ഇവിടെ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സെമിനാർ ക്യുസാറ്റിൽ നടത്തുകയുണ്ടായി. അതിനകത്ത് നിന്ന് വിദേശത്തുള്ള കുറേ പ്രൊഫസേഴ്സിനെയും അതുപോലെ വിദേശ സർവകലാശാലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെയും വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ഇവിടെ കൊച്ചിൻ ക്യുസാറ്റിൽ കൊണ്ടുവന്ന് സെമിനാർ നടത്തി. ഞാൻ അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ വായിച്ചു നോക്കുമായിരുന്നു. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും തോന്നും. എന്നിട്ട് അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ് നമ്മളിവിടെ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു പരിപാടി. അപ്പോൾ എത്ര ഭാവനാശൂന്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നുള്ളതൊക്കെ ഇത്തരം സംഗതികൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാറുന്ന കാലത്തിൻ്റെ സ്പന്ദനം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതറിയാവുന്ന നല്ല വ്യക്തമായിട്ട് കാരണം ആ മാറ്റത്തിൻ്റെ സൃഷ്ടിയിൽ പിന്നിൽ പ്രവർത്തിച്ച പരിചയവും ആർക്കുണ്ട്? രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തെ അദ്ദേഹം സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഇതിൻ്റെ സ്പെസിഫിക്സിലൂടെ ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയും ഇവിടുത്തെ മാനവ വിഭവശേഷിയും ഇവിടുത്തെ ബാക്കിയുള്ള ധാതു ലവണങ്ങളുടെ സമ്പത്തും ബാക്കി എന്തെല്ലാം സമ്പത്തുണ്ടോ അതിൻ്റെയൊക്കെ സമ്പത്തും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പഠനം നടത്തിയിട്ട് അങ്ങനെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുള്ളി കേരളത്തെ കാണുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്നത് പോലെ പരമ്പരാഗത രീതിയിൽ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന ഇന്നടുത്ത ജാതി ഇന്നയാളെ ഇങ്ങനെ എടുക്കണം, അതൊക്കെ വേണ്ടി വരും. പക്ഷേ എങ്കിലും ഫണ്ടമെൻ്റലായിട്ട് ഇദ്ദേഹം എടുക്കാൻ പോകുന്നത് ഈ സ്പെസിഫിക്സിൻ്റെ അല്ലെങ്കിൽ വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തുകയും അതിനനുസരിച്ചൊരു തന്ത്രം ആവിഷ്കരിക്കുകയും ചെയ്യും പുള്ളി. അത് കൃത്യമായിട്ട് ഈ കേരളത്തിൽ വന്ന് 35 ദിവസം കൊണ്ട് ആ തന്ത്രം ആവിഷ്കരിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ശശി തരൂരിനെ ഇട്ട് ശരിക്കും വെള്ളം കുടിപ്പിച്ച് വെറും 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞത്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു കഴിവിൻ്റെ ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെസിഫിക്കിലേക്ക് പോയിട്ട് ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇപ്പം കടലോര മേഖലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ സ്റ്റഡി ചെയ്യണം, അതിനെന്ത് പരിഹാരമാണ് വേണ്ടത്. അദ്ദേഹം അതേപോലെ തന്നെ ഈ കടൽ ആക്രമണത്തെ നേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ഉദാഹരണം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു BJP ഭരിക്കുന്ന ഇതിലല്ല, തമിഴ്നാട്ടിലെ സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ എങ്ങനെ കടലാക്രമണത്തെ നേരിടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള സത്യമാണ്. ശരിക്കും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് വേണ്ടത് അല്ലേ? ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയക്കാരാണെങ്കിൽ തമ്മിലടിച്ചും അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തും ഒക്കെ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് യുവതലമുറയ്ക്ക് എങ്ങനെ ഒരു സന്ദേശം നൽകാം, അല്ലെ അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, ഈ കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതുവരെ ചെയ്ത ബിസിനസ് എന്നത് എനിക്കറിയില്ലായിരുന്നു, അതൊക്കെ ചെയ്ത് ഞാൻ വിജയിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നേതൃത്വ പദവി ഏറ്റെടുക്കുമ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങളാണ്, പക്ഷേ ഞാനത് ഏറ്റെടുക്കുകയും നരേന്ദ്രമോദിയുടെ വിഷൻ നടപ്പാക്കുകയും ചെയ്യുന്ന ഭയങ്കര ആത്മവിശ്വാസമല്ലേ ഇത്? തീർച്ചയായിട്ടും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിനകത്ത് പരിചയമില്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പും മറ്റ് സംഗതികളൊന്നും അറിയത്തില്ല, ആൾക്കാരെ പോലും അറിയില്ല. നേതാക്കളെ തന്നെ എത്ര പേരെ അറിയാം എന്നുള്ളത് തന്നെ വളരെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്ന്. കാരണം കേരളത്തിലെ BJP എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗ്രൂപ്പാണ്, നേതാക്കളെക്കാൾ കൂടുതൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതൊരു അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് കേന്ദ്രം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ രീതിയിലുള്ളൊരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു സമീപനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസിനെ ആണെങ്കിലും CPM ആണെങ്കിലും ഈ രീതിയിൽ ഇതിന് ഉത്തരങ്ങൾ പറയാനും അല്ലെങ്കിൽ ഇതിന് ബദൽ വയ്ക്കാനും അവരും തയ്യാറാവേണ്ടി വരും. അപ്പോൾ അവർ ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസ്സിലും ഉണ്ടാകും, CPM ഉണ്ടാകും. അത് പൊതുവെ അത് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടി ഈ പറഞ്ഞതുപോലെ വെറുതെ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നതിലൊരു പ്രസ്ഥാനം നടത്തുന്നു, അതിന് മറുപ്രസ്ഥാനം നടത്തുന്നു, മാധ്യമങ്ങൾ പോയിട്ട് ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിക്കുന്നു, ഇത് വെച്ചിട്ട് വൈകുന്നേരം ഒരു ഡിസ്കഷൻ നടത്തുക. ഈ രീതിയിലുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു സമീപനം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സാധാരണ പ്രസ്താവനകൾക്കൊക്കെ മറ്റ് നേതാക്കന്മാരെ ഏർപ്പെടാക്കുന്നു, പ്രതികരിക്കുന്നില്ല. അപ്പൊ അതിനെ തൽക്കാലത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഈ എന്താ പറയുക ഒരു കോർ രാഷ്ട്രീയമായിട്ട് പുള്ളി അതിനെ കാണുന്നില്ല. അപ്പൊ രാഷ്ട്രീയമായിട്ട് കാണുന്ന ഈ ഒരു സംഗതിയെ കാണുന്നു. മാത്രമല്ല BJPയിലേക്ക് നല്ല വോട്ട് ചോർച്ച CPMനകത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ BJPയുടെ ഈ ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമന്ത്രിയും മറ്റുള്ള BJPയുടെ നേതൃത്വം മുഴുവൻ്റെ പിന്നിലുണ്ട്.
വളരെ ഇത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ അറിയാവുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ആ ഒരു ആസൂത്രണത്തോടെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് അയക്കുകയും അത് ഈ പറഞ്ഞതുപോലെ യുവതലമുറയിലും മറ്റുള്ളവരിലും പ്രതീക്ഷ ജനിപ്പിക്കാൻ ഇടവരുത്തുകയും ചെയ്യും. ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിനെ മുമ്പോട്ട് കോൺഗ്രസ് വെക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു രാജീവ് ചന്ദ്രശേഖറിനെ ഒരു പിന്നെ എതിരെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് മാറും. കാര്യം അവിടെയും ഈ ശശി തരൂരിനും മാറുന്ന ലോകത്തെക്കുറിച്ചും എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയം വരേണ്ടത്, മറിച്ച് എന്തിനേയും കണ്ണടച്ചെതിർക്കുകയല്ല വേണ്ടത്, യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഏത് രീതിയിലും ക്രിയാത്മകമായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ്. അതാണ് ശശി തരൂരിൻ്റെ പല പ്രസ്താവനകളും കോൺഗ്രസ് പാർട്ടിക്ക് തലവേദനയായിട്ട് മാറുന്നു പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റേറ്റീവ് ഗുണപരമായ ഒരു ചർച്ചകൾക്കും കാര്യങ്ങളെ പഠിക്കുന്നതിനും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ മറ്റ് രണ്ട് കക്ഷികൾ ഉത്തരം പറയേണ്ട അവസ്ഥയാണ്. ടാലൻറ്റ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരങ്ങളില്ല. ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ ഇത്രയും വ്യവസായത്തിന് ഇത്രയും വലിയ നേട്ടം ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ എന്തുകൊണ്ട് ടാലൻറ്റ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതും അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഭരണകക്ഷിക്കും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനുമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു മാറ്റത്തിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതേ സമയത്ത് കേരളത്തിലെ ഇപ്പോഴും പ്രബലമായി നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രൂപ്പും മറ്റ് സംഗതികളും ഒക്കെ ഉള്ളതാണ്. അതിനെ എത്രമാത്രം രാജീവ് ചന്ദ്രശേഖരന് BJP-യിൽ ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ ഉള്ളതിൻ്റെ പേരിൽ പറ്റിയേക്കും, കാത്തിരിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും ഈ രീതിയിലുള്ള മൊത്തത്തിൽ രാഷ്ട്രീയത്തിലൊരു ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.